കെട്ടി കിടക്കുന്നത്. ഈ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഒക്കെ ഉണ്ടായി. പിന്നൊന്ന് വനിതാചരിത്രത്തിൽ പറയുന്നത് സ്ത്രീ വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതയല്ല എന്ന്. ഇന്ന് കഴിഞ്ഞ ദിവസം നിർഭയ കേസിന്റെ വിധി പറഞ്ഞു. അതിൽ മുഖ്യപ്രതിയെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആത്മഹത്യ ചെയ്തു. ഒരു പ്രതിക്ക് സഹായം തികഞ്ഞില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് മതവിദ്യാഭ്യാസവും കൂടി മനുഷ്യരുണ്ടെങ്കിൽ. ഞാനിത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ മെയ് 1 ഒരു നിക്കാഹിന്റെ സദസ്സുണ്ടായി. ധാരാളം വിഐപികളുള്ള സദസ്സായിരുന്നു. അവിടെ അല്പനേരം ഞാൻ സംസാരിച്ചു. ആ സദസ്സിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീധരൻ പിള്ള ഉണ്ടായി. സംസാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ കല്യാണ വീട്ടുകാരുടമയോട് പറഞ്ഞു, ഞാൻ ലോ പഠിച്ചിട്ടുണ്ട്, ഞാൻ അഡ്വക്കറ്റാണ്. ഇസ്ലാമിൽ നദശിക്കാതെ എതിർത്തുകൊണ്ടിരിക്കുകയാണോ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണോ സ്ത്രീയുള്ള പരിഗണനയും സ്ത്രീയുള്ള അവഗണനയും ഈ സമൂഹത്തിനെ കാരണമൊക്കെ. പക്ഷെ ഇവരൊക്കെ സത്യം അറിയാത്തതുകൊണ്ട് അന്ന് ശ്രീധരൻപിള്ള പറഞ്ഞ വാക്കാണ്, ഞാൻ അഡ്വക്കറ്റാണ്, ഞാൻ ലോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇസ്ലാമിൽ ഇത്രയൊരു സുന്ദര മുഖം ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് അറിയുന്നത്. ഈ സംസാരം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. തങ്ങളോട് പറയണമെന്ന് എനിക്ക് പറയുന്നത് നമുക്ക് വസ്തു മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സീനിയർ അഡ്വക്കറ്റ് MK ദാമോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞാണ്, ഞാൻ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും ഗീതയും രാമായണവും നിങ്ങളെ ഖുർആൻ, അദ്ദേഹത്തിന്റെ ഭാഷ, സീനിയർ അഡ്വക്കറ്റിന്റെ ഭാഷ, എന്റെ ഭാഷയല്ല, നിങ്ങളെ ഖുർആൻ ഞാൻ വായിച്ചു. പക്ഷെ നിങ്ങളെ ഖുർആന് കുടുംബജീവിതം പ്രതിപാദിച്ചത്ര ഒരു ദൈവിക ഗ്രന്ഥവും പ്രതിപാദിച്ചിട്ടില്ല. ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ, കണ്ണിന്റെ കാഴ്ച എന്തെന്ന് അറിയണമെങ്കിൽ, കൈയുടെ സ്വാധീനം എന്തെന്ന് അറിയണമെങ്കിൽ, വാപ്പ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അതൊക്കെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോഴാണ് കണ്ണ് എന്ത്, കൈക്ക് സ്വാധീനം കുറയുമ്പോഴാണ് കൈയുടെ ശക്തി എന്ത്, വാപ്പ വിട പറയുമ്പോഴാണ് വാപ്പ ആര് എന്നപോലെ ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോയത്. മല്ലം ജാരിഫിൽ ജാഹിലിയ്യ ലം ജാരിഫിൽ ഇസ്ലാം. ജാഹിലിയ്യത്ത് എന്തെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇസ്ലാം എന്തെന്നറിയാൻ കഴിയില്ല. ഞാൻ അടുത്ത ദിവസം 2-3 മാസം മുമ്പ് ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പരിപാടിക്ക് എന്നെ വിളിച്ചു. അവിടെ ചുറ്റും സ്വാമിമാരാണ്. ഞാൻ തൊട്ടടുത്ത സ്വാമിയോട് ചോദിച്ചു, മലപ്പുറത്ത് വന്നിട്ടുണ്ടോ? 40 കൊല്ലം വന്നതാണ്, ഇവിടെ സെറ്റിലാണ്. ഞാൻ അറിയാൻ ചോദിച്ചു, വിത്ത് ഫാമിലി സഹിതാണോ? ഉടനെ സ്വാമി പറയാണ്, താങ്കൾക്ക് ഞങ്ങൾ സ്വാമിയാണെന്ന് അറിയില്ല, എനിക്ക് കുടുംബജീവിതം ഉണ്ടാക്കാൻ പറ്റൂലെന്ന് അറിയില്ലേ? ഞാൻ മൂക്കത്തിൽ ഇറങ്ങി വെച്ചു. ഇതൊരു പ്രായോഗികമാണ്. ഒരു മനുഷ്യനോട് കുടുംബരുത് എന്ന് പറയുന്നത്, കുടിക്കരുതെന്ന് പറയുന്നത്, ശ്വാസോച്ഛ്വാസം നടത്തരുതെന്ന് പറയുന്നത്, ഉറങ്ങരുതെന്ന് പറയുന്നത്, മനുഷ്യ സഹജമായ കർത്തവ്യങ്ങൾ നിർവഹിക്കരുതെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വലിയൊരു പീഡനമാണ്. യൂറോപ്പിൽ ചെല്ലുന്ന സമയത്ത് മാഷാ അല്ലാഹ്
മലയാള ഭാഷക്കാദ്യമായി ഹിസ്റ്ററി എഴുതിയത് ആരാന്നറിയോ? ഹെർമൻ ഗുഡ്ഡസ്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഏഫൻസ് 2 വർഷം മുമ്പ് എനിക്ക് ഇമെയിൽ അയച്ചു. ഞങ്ങൾ അച്ഛനമ്മമാർ, പുത്തനച്ഛനമ്മമാർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ നിന്നിരുന്ന സമയത്ത് വില്യം ലോഗൻ, ഹെർമൻ ഗുഡൻ, കനോലി സാഹിബ് തുടങ്ങിയവരൊക്കെ ഒരേ കാലക്കാരാണ്. അന്ന് കേരളത്തിൽ നേതൃത്വം നൽകിയിരുന്നത് ബുഖാരി സാദാത്തുക്കളാണ്. അപ്പൊ ബുഖാരി സാദാത്തുക്കൾ ചരിത്രം പഠിക്കണം, അതിനെ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു പഠിക്കാൻ സമയം തോന്നി. 6 മാസം മുമ്പ് ഇമെയിലായി. അങ്ങനെ വന്നു. നേരത്തെ സംസാരിക്കുന്നതിനിടയിൽ ഏഫൻസിനോട് അന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന എന്റെ മകൻ ചോദിച്ചു. അന്ന് ഞാൻ പലസ്തീനും ജോർദാനിലും ഈജിപ്തിലും അതുപോലെ ഇറാഖിലും ബഗ്ദാദിലും ഖുറാസാനിലൊക്കെ സിയാറത്തിന് ഇഷ്ടം പോലെ പോകുന്ന സമയമാണ്. മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജർമ്മനിയിൽ മക്ബറുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ മുഖത്തൊരു സാധ്യത വന്നു. പക്ഷേ ഏഫൻസ് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് ജർമ്മനിയിൽ ഒറ്റ മുസ്ലിം ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു 10% മുസ്ലിംസ് ജർമ്മനിയിലുണ്ട്. ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞാൽ 50% മുസ്ലിംസ് ആകും. ഇത് കേട്ടപ്പോ ഞാൻ കരുതിയിരുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ പറയും. ഞാനങ്ങനെ ഓർത്തു, എന്റെ ഗസ്റ്റാണോ, എന്റെ വീട്ടിൽ എന്നെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗസ്റ്റായിട്ടാണ് ഞാൻ ജർമ്മനിയിൽ പോയത്. ജർമ്മനി ചെന്ന് നോക്കുമ്പോഴാണ് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിൽ, ആസ്ട്രേലിയയിൽ, അങ്ങനെ പശ്ചിമ രാജ്യങ്ങളിൽ ചെല്ലുന്ന, പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെല്ലുന്ന സമയത്തൊക്കെ ഇസ്ലാം അടുത്ത് താഴ്ച വളരുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ മുഹറത്തിൽ ആസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ 2000 ആളുകൾ ആരാധിക്കുന്ന ചർച്ച് ഈ വിനീതൻ അവിടെ പൊതുബോധി ഇമാമത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മുസ്ലിമിനെ പിടിച്ചയക്കുന്നതാ വിഷയിക്കുന്നതല്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിക്കുകയാണ്. മുസ്ലിമീങ്ങളത് വിവാഹം കഴിയാൻ വല്ലാതെ അനുഭവത്തോടെ ചോദിച്ചു. അപ്പൊ കുറേ പള്ളി അവിടെ മുഫ്തി സിയാദ് എന്നെ കൊണ്ടുപോയി കാണിച്ചത് ചർച്ചുകൾ ഫോറസയിൽ നടത്തി ബോർഡ് വെച്ചിട്ടുണ്ട്. മെൽബണിൽ ചെന്നപ്പോ 59 ചർച്ചാണ് വിൽപ്പനക്ക് വെച്ചത്. ഇതിനൊക്കെ കാരണം എന്ത്? ഒന്ന് കുടുംബജീവിതമാണ്. അഥവാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പള്ളി പാതിരിമാർക്ക്, ബിഷപ്പുമാർക്ക് ദാമ്പത്യ ജീവിതം നിരോധിച്ചു. മനുഷ്യ സഹജമായി അപ്രായോഗികമായ ഒന്ന് മനുഷ്യരോട് കൽപ്പിക്കാനേ പാടില്ല. മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ വികാരശമനത്തിന് മറ്റു മാർഗങ്ങൾ കാണാതെ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അത് പ്രശ്നം കുറെ കൂടുമ്പോൾ പലനാൾ കള്ള് നിന്നാൽ പിടിയില്ലെന്നാകുന്നു. അങ്ങനെ ഇരകൾ കേസ് കൊടുക്കുന്നു. ഭീമമായ സംഖ്യ കോടതി വിധിക്കുന്നു. അത് കൊടുക്കാൻ മാനേജ്മെന്റിന് കഴിയുന്നില്ല. മാനേജ്മെന്റ് ഇൻഷൂർ കമ്പനിക്ക് ചർച്ചുകൾ വിട്ടുകൊടുക്കുന്നു. ഇൻഷൂർ കമ്പനി ചർച്ച് ലേലം ചെയ്ത് വിൽക്കുന്നു. മുസ്ലിമീങ്ങൾ വാങ്ങുന്നു. വിശ്വസിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഇവിടെ ഇസ്ലാം ഒന്നാമത്തെ അനുഗ്രഹം ജീവൻ, രണ്ടാമത്തെ അനുഗ്രഹം ബുദ്ധി, മൂന്നാമത്തെ അനുഗ്രഹം കുടുംബം. മനുഷ്യ സഹജമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവന്റെ എല്ലാ ടെൻഷനുകളും പോകാൻ, അവന്റെ എല്ലാ വിഷമങ്ങളും മാറി നിൽക്കാൻ അവനിക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഭർത്താവിന്റെ ഒരു ഭാര്യ, ആ ദമ്പതികൾക്ക് മക്കൾ,
മക്കൾക്ക് മരുമക്കൾ, പേരമക്കൾ, സന്താന പരമ്പര, ശിക്ഷ പരമ്പര, കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഖുർആനിൽ സൂറത്തുൽ റൂം അത്ഭുതങ്ങളുടെ കലവറകളാണ്. ധാരാളം അത്ഭുതങ്ങൾ പറയുന്ന ആ സൂറത്തിൽ 12 വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. 12 വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചു പടച്ചത്, സൂര്യൻ ചന്ദ്രൻ സൃഷ്ടിച്ചു പടച്ചത്, പരിപാലിക്കുന്നത്, ഇങ്ങനെ വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്ത് രണ്ടാമതായി അല്ലാഹു തആല പറഞ്ഞ് എല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ജീവൻ വന്നു, ബുദ്ധിയുറച്ചു, പക്വതയെത്തി, പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടാൻ തുടങ്ങി, ഒരായിരം കഷ്ടപ്പാടുകളും ബിരുദങ്ങളും അറിയാൻ തുടങ്ങി. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനത്തിന് വേണ്ടി, നിങ്ങൾക്ക് എല്ലാ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുടുംബജീവിതം അനുഗ്രഹമായി മാറുന്നത്? ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിനോട് റഹ്മത്ത്, ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൽ റഹ്മത്ത്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്. അതാ 18കാരിയായ ഭാര്യ, 24കാരനായ ഭർത്താവ് 1000 സ്വപ്നങ്ങളോടെ കല്യാണം കഴിച്ചു, നാടും വീടും കുടുംബവും ഒഴിവാക്കി ഉമ്മുൽ ഖുവൈലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ 18കാരി ആലോചിക്കുന്നത്, എന്റെ 24കാരനായ 25കാരനായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ ഇണയായി തിരഞ്ഞെടുത്തത് എല്ലാ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ, എന്റെ കൂടെ സദാസമയത്തും നിൽക്കാനാണ്. പക്ഷെ എന്നെയും വിട്ടറിഞ്ഞ് അങ്ങനെ പോയി ആ മരുഭൂമിയിൽ 46 ഡിഗ്രിയില് അല്ലെങ്കിൽ 50-50 ഡിഗ്രി ചൂടില് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരച്ചാൻ വയറ് നിറക്കാനല്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വായാറ് സന്തോഷിപ്പിക്കാനല്ല, എന്റെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കാനാണ്. ആ ഭർത്താവിന് സമാധാനവും സന്തോഷവും നൽകലാണ് പദവും പ്രധാനവുമായ ദൗത്യം. ആ ഭർത്താവിനെ ഞാൻ വഞ്ചിക്കുകയില്ല. ആ ഭർത്താവ് എപ്പം ഫോൺ വിളിച്ചാലും ഫോൺ ഞാൻ എടുക്കുന്ന ഫോണിലൊന്നും ഞാൻ തട്ടുത്തരം പറയുകയില്ല, മാനസികമായി തളർത്തുകയില്ല. ആ ഭർത്താവിന്റെ ശബ്ദം കേൾക്കലോടുകൂടെ ഭർത്താവിന്റെ എല്ലാ ടെൻഷനും മാറും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാര്യ നമുക്കുണ്ടോ? പ്രിയപ്പെട്ടില്ല. അതാണ് യഥാർത്ഥ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. ഭാര്യമാരില്ല എന്നതാണോ? എന്നാൽ ഞാനും നിങ്ങളും ഇവിടെ AC റൂമിലിരുന്ന് സുഖലോലുപരായി കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട 18കാരി 24കാരി അങ്ങകലെ കേരളത്തില് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തില് ഒട്ടും മഴലരിക്കാത്ത സമയത്ത് ആ അടുക്കളയിലെ തിരിച്ചൂളിയിരുന്നുകൊണ്ട് അതാ ബന്ധുരിക്കുന്നത് അവളുടെ വയറ് നിറക്കാനല്ല, എന്റെ മക്കളെ സംരക്ഷിക്കാനാണ്, എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ്, എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ്. ആ ഭർത്താവിന് സ്നേഹം നൽകലാണ് എന്റെ ബാധ്യത. അതാണ് അല്ലാഹുവിനോട് കൽപ്പിച്ചത്. ഞാൻ ആ ഭാര്യ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്കും ബാധ്യമായി ഉടമ്പടി ചെയ്തത് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അവിടുത്തെ അവസാന പ്രഭാഷണം സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ്. ഹജ്ജത്തുൽ വദാഇൽ 14 കാര്യത്തിൽ 1 എന്നല്ല അവസാനമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഈ സമൂഹത്തെ ചൂഷണം ചെയ്യരുത്, പീഡിപ്പിക്കരുത്, എന്റെ ഭാര്യയെ ഞാൻ വഞ്ചിക്കരുത്, ഞാൻ അശ്ലീലങ്ങൾ വായിക്കരുത്. അശ്ലീലങ്ങൾ വായിച്ചാൽ, ഞാൻ എന്നെ ക്ലിപ്പെടുത്തുന്ന വികാരങ്ങളിൽ ക്ലിപ്പെടുത്തുന്നത് വായിച്ചാൽ, ഞാൻ പല കൂട്ടുകെട്ടുകളും വിട്ടുപോയാൽ അതെന്റെ ഭാര്യയെ വഞ്ചിക്കലായി പോകും. എന്റെ ഭാര്യയ്ക്ക് സമാധാനം നൽകൽ, സന്തോഷം നൽകലാണ് എന്റെ ബാധ്യത എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർക്കുണ്ട്. ഞാൻ ആലോചിച്ചു പോകുന്നു, 2-3 വർഷം മുമ്പ് ഹജ്ജിന് ചെന്ന സമയത്ത് എന്റെ വെളിയിലേക്ക് ഒരു ടീം കൂട്ടിക്കൊണ്ടുപോയി വായിപ്പിക്കാൻ. സാധാരണ വാഴയുടെ അഭ്യർത്ഥന പറയാനുള്ളത് രോഗം മാറാനും കടം വീടാനൊക്കെയാണ്.
അപ്പൊ ആ തറവാട്ടിൽ നിന്ന് 88 പേര് ഹജ്ജിന് വന്നിട്ടുണ്ട്. തറവാട്ട് സാമ്പത്തിക ശിശു ആലോചിച്ച് നോക്കട്ടെ. ഒരേ നാട്ടിൽ ഒരേ കുടുംബത്തിൽ നിന്ന് 88 പേര് പുരുഷന്മാരെ സ്ത്രീകളായിട്ട് ഹജ്ജിന് വന്നിട്ടുണ്ട്. അത് ദ്വാ ചെയ്യാൻ നേരത്തെ എന്നോട് പറയാണ്, ഒരു സ്ത്രീക്ക് ഇതൊക്കെ ഞങ്ങളെ ഭാര്യമാരാണ്, ഞങ്ങളൊക്കെ തെലുങ്കുകാരാണ്, നിങ്ങൾ ദ്വാ ചെയ്യേണ്ടത് ഞങ്ങൾ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ നല്ലൊരു സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ദ്വാ ചെയ്യണം. ഞാൻ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, 88 ആള് ഹജ്ജിന് പോകണമെങ്കിൽ 3 ലക്ഷം വീതം കൂട്ടിയാൽ ഏകദേശം 2.5 കോടി രൂപ ഹജ്ജിന് മാത്രം ചെലവഴിച്ചു. ഒരു വലിയൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ഗേറ്റ്മാനൊക്കെ കണ്ട് എത്ര പാറാവുകാരനാണ് ആ വീട്ടിലുള്ള കാറ്, പോർച്ചുള്ള കാറ്, റേഞ്ച് റോവർ, എസ്കാർട്ട് ബെൻസ്, ടാഗോർ, ബെന്റലി, ഓരോ കാർ 1 കോടി 2 കോടി 2.5 കോടി വരെ വെച്ച 10 കാറൊക്കെ അവിടെ കാണുന്നു. അങ്ങനെ ആ വീട്ടിൽ കയറി ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് വീട്ടുകാരനോട് പറയുകയാണ്, ഈ വീട്ടിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം ഈ വീട്ടിലുണ്ട്, ചിരി മാത്രം ഈ വീട്ടിൽ ഇല്ല. ചിരി തരാൻ സന്തോഷം സ്മേഹി. ഇവിടെയാണ് ഒന്നാമതായി മനുഷ്യന് ആവശ്യമാകുന്ന സ്നേഹമെന്ന് പറയുന്നത്, സന്തോഷമെന്ന് പറയുന്നത്, സുഖമെന്ന് പറയുന്നത്. AC റൂമിലല്ല. 5 സ്റ്റാർ ഹോട്ടൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്റെ 5 സ്റ്റാർ ഖത്തറിൽ ഒരു ടീം പരിപാടി കൊണ്ട്. അപ്പൊ ഖത്തറിൽ 5 സ്റ്റാർ ഹോട്ടലിലാണ് റൂം റെഡി. അപ്പൊ റൂമിൽ ചെന്ന് നോക്കുമ്പോ ആദ്യം തന്നെ ബെഡിന്റെ ഉള്ളിൽ ഗുളിയാണ്. ഞാൻ ആ ഗുളി എടുത്ത് നോക്കുമ്പോ അത് ഉറക്കുഗുളിയാണ്. എന്തിനാണ് 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായാലും മനുഷ്യന് ഉറക്ക് വരുന്നില്ല. ഉറക്ക് കാശ് കൊടുത്തു വാങ്ങാൻ കഴിയില്ല, ബെഡ് കാശ് കൊടുത്തു വാങ്ങാൻ കഴിയും. പക്ഷെ ഉറക്ക് കുടിക്കാന്നൊരു കുടിയുണ്ട്. അത് ഉറക്ക് കുടിയല്ല, അത് മയക്ക് കുടിക്കുകയാണ്. ഉറക്ക് കുടിക്കും മയക്ക് കുടിയും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. ഉറക്ക് കുടിക്കാന്ന് പറഞ്ഞാൽ ഞാനിന്ന് അബുദാബിൽ എത്രയാ യാത്ര ചെയ്ത് വന്ന് വിഷമിച്ച വളരെ ക്ഷീണിച്ചു വന്ന എനിക്ക് എവിടെയെങ്കിലും ഇപ്പൊ അബുദാബിൽ എവിടെയെങ്കിലും വീട്ടിൽ 10 മിനിറ്റ് കിടന്നുറങ്ങിയ എന്റെ ക്ഷീണമൊക്കെ മാറും. അൽഹംദുലില്ലാ. പിന്നെ എനിക്കൊരു പുതിയ ഉന്മേഷം, ഒരു പുതിയ ജീവൻ കിട്ടിയമായ ഒരു 10 മിനിറ്റ് കിടന്ന് വാതിൽ നോക്കി അപ്പൊ ഞാൻ എഴുന്നേൽക്കാൻ കഴിയും. അതെന്റെ ഹാർട്ട് നല്ലതാ, എന്റെ കിഡ്നിക്ക് നല്ലതാ, എന്റെ ശിസ്ത്ര എല്ലാ പാട്ടുകൾക്കും നല്ലതാ. അതേ സമയം ഞാൻ മയക്കുപിടിയാ കുടിച്ചതെങ്കിലോ അതിന്റെ ഡോസ് കയ്യിലും 24 മണിക്കൂർ 12 മണിക്കൂർ ഇതിനു മുമ്പ് ഞാൻ അവിടുന്ന് വാതിൽ കുത്തിപ്പിടിച്ചാലും എഴുന്നേൽക്കാൻ എനിക്ക് കഴിയില്ല. എഴുന്നേറ്റാൽ തന്നെ നിലാവളത്തിൽ പോയി നടക്കണമായിരിക്കണേ, ബസ് നടക്കണമായിരിക്കണേ. ഇവിടെയാണ് ഈ ഉറക്ക് കുടിക്കാതൊക്കെ പറഞ്ഞ് വഞ്ചിക്കലല്ലേ. ഇന്ന് മയക്ക് കുടികൾ കൊണ്ട് മനുഷ്യരെ തളർത്തിയിടുകയും ചെയ്യുന്നു. ഇവിടെയല്ലേ മനുഷ്യ സമൂഹം ഇന്ന് റഹ്മത്തില്ലാതെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ ചിന്തിച്ചു നൽകി. നിങ്ങളത് മാത്രം ആലോചിക്കുക. ഒന്നാമതായി മനുഷ്യന് റഹ്മത്ത്, അതാണ് അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 ദിവസം അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുക. അല്ലാഹു തആല റഹ്മത്ത് തന്ന അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഞാൻ അഭിമാനത്തോടുകൂടെ പറയും, ഞാൻ കല്യാണം കഴിച്ചിട്ട് 30 കൊല്ലമായി. എന്റെ ജീവിതത്തിൽ ഞാനൊരു പട്ടണം എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഒരു സ്ഥാപനം നടത്തുന്നു, 21,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്, 34 സ്ഥാപനമാണ്, 1780 സ്റ്റാഫോടെ സേവനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒരു വിഷമം ഞാൻ അറിഞ്ഞില്ല. അതിനോട് പല നിങ്ങൾ എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത്?
വേറെ സംഘടനാ പ്രവർത്തനങ്ങൾ, നിരവധി മഹല്ലത്തുകൾ, കാവിസ്ഥാനങ്ങൾ. പക്ഷെ ഞാൻ ഈ ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയാൽ എന്റെ ആപ്പ് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണം വിചാരിച്ച ഇപ്പൊ നിങ്ങൾ എടുത്തിട്ട് കിടത്തിയാൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഞാൻ കിടന്നോളാം. അൽഹംദുലില്ലാഹ് 10 മിനിറ്റ് കൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്യും. ഇതൊക്കെ അല്ലാഹു റഹ്മത്ത് നൽകിയാൽ അത് സ്ഥാപനത്തിലാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏതൊരു മനുഷ്യനും പണമുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ഉണ്ടായതുകൊണ്ട് ഒരിക്കലും സന്തോഷം ലഭിക്കുകയില്ല. റഹ്മത്ത് അല്ലാഹു നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിച്ചെന്ന് വാങ്ങേണ്ടത്. അതിങ്ങനെ തൊള്ളോട് പറഞ്ഞാൽ പോരാ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ജനായിസിൽ പറഞ്ഞു, മഹാനായ റളിയല്ലാഹു തആല തങ്ങൾ അഥവാ താബിഈങ്ങൾ ഏറ്റവും പ്രമുഖരാണ് തങ്ങൾ. മാത്രല്ല 4 ദൈവീയ കിതാബുകളും ഖുർആനും തൗറാത്തും സബൂറും ഇൻജീലും എല്ലാം ബൈഹാക്കാക്കിയവരാണ് മഹാനവറുകൾ. മഹാനവർ ചോദിച്ചു, അലൈസ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗ്ഗത്തിന്റെ താക്കോലല്ലേ? അതുപോലെ നമുക്ക് മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാം വായി. ഓർത്തുനിന്ന് ഒരു അഡ്വക്കേറ്റ് നമ്മുടെ വിസ്താരം വെച്ച് എല്ലാ മുസ്ലിയാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകൂലെ? ഇല്ല. മനസ്സിലാവും. വീണ്ടും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി 3 വട്ടം ചോദിച്ചു. അപ്പൊ ഉസ്താദ് തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചേട്ടൻ പറഞ്ഞു, നിങ്ങളിപ്പോ മുസ്ലിമായി. ഈ പറഞ്ഞ അഡ്വക്കേറ്റ് സഹോദരനായിരുന്നു. അദ്ദേഹത്തോട് തിരിച്ചു വെച്ചു, നിങ്ങളിപ്പോ 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ മുസ്ലിമായോ? അങ്ങനെ കുറെ ആളുകൾ തൊള്ളോണ്ട് ഇങ്ങനെ കേവലം ഒരു പറച്ചിരുന്നു. നമ്മൾ ഇങ്ങനെ ഏറ്റുപാടും. നിങ്ങൾക്കൊക്കെ കല്യാണം കഴിച്ചു വരുമ്പോ നിങ്ങൾ കവിത്ത് പറയുമ്പോ ആദ്യം കവിത്ത് പറഞ്ഞ ആരാ? കാവ്യരാ കവിത്ത് പറഞ്ഞത്. നിങ്ങളെ ഭാര്യ കാവ്യരാ ഭാര്യ കവിത്ത് പറഞ്ഞുകൊണ്ട് ഭാര്യയാക്കണേ ആദ്യം ആരെ ഭാര്യയാവൂലേ? ആരെ ഭാര്യയാവൂലേ? കാവ്യരെല്ലാം മൊല്ലാക്കന്റെ ഹബീബിന്റെ ഭാര്യയാവൂലേ? അപ്പൊ തൊള്ളോണ്ട് പറയാനല്ല, അത് മനസാന്നിധ്യത്തോടുകൂടെ. മഹാനായ പറഞ്ഞു, താക്കോല്, ഏതൊരു താക്കോലും പല്ല് വേണം, അപ്പോഴേ കൂട്ടു തുറക്കാൻ കഴിയുകയുള്ളൂ. പല്ലില്ലാതെ കൂട്ടു തുറക്കാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു എന്നങ്ങ് തൊള്ളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. എന്താണ് റഹ്മത്ത്, എങ്ങനെയാണ് റഹ്മത്ത് കിട്ടേണ്ടത്, അതിനെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കി യോജിച്ച് ചെയ്യുന്നുവെങ്കിൽ മാഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. ഒരു സൈക്കാട്രിസ്റ്റിനെയും കാണിക്കണ്ട, ഒരു സൈക്കോളജിസ്റ്റിനെയും കാണിക്കണ്ട, ഒരു കുടുംബ കോടതിയിലും നിങ്ങൾ കയറണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് തന്നാ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റഹ്മത്തിന് വേണ്ടി ഇനിയെങ്കിലും നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാം ഇപ്പൊ കേരളത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എല്ലാവരുടെ കുട്ടികളും പരീക്ഷ SSLC എത്ര വിജയശതമാനം? 96 അല്ലെ 95? എത്ര ശതമാനമായി? കേരളം ഉഷാറായിപ്പോയിട്ടോ, കേരളം ഉഷാറായിപ്പോയിട്ടോ. നമ്മളൊന്നും മാറിയല്ല. നമ്മളൊക്കെ SSLC എഴുതുമ്പോ ആകെ സ്കൂളിൽ 10 കുട്ടികളെ ജയിച്ചു. എന്റെ ക്ലാസ്സിൽ 2 കുട്ടികളെ. അപ്പൊ എന്റെ കുട്ടിയൊക്കെ എല്ലാ സബ്ജക്റ്റിലും A+ ഉഷാറായിപ്പോയി. വിജയ ശതമാനം ബാണം പോലെ ഉയർന്നത്.
ജീവിത നിലവാരോ കുഴിയിൽ താന്നിട്ടു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താവുന്നൊക്കെ അവസ്ഥ. ആ കഥ ഇപ്പൊ പറയാതിരിക്കല. ഇപ്പത്തെ ഗവൺമെന്റ് ഇപ്പത്തതല്ല, 2007 SSLC പരീക്ഷയുടെ റിസൾട്ട് എത്രയെഴുതി? 52%. 58 ആവുമ്പോഴേക്ക് SSLC 86%. ഒരൊറ്റ കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും? എത്ര? 30% കുട്ടികൾ ഇങ്ങനെ ബാണപ്പോരായിട്ട് ഉയർന്നതാണല്ലോ. സർക്കാരിന്റെ ഭാര്യ കോരികൾ കൊടുക്കല്ലേ മാറ്റി. ഇന്നത്തെ എന്തെങ്കിലും ശല്യപ്പെടുത്താൻ പോയിക്കോട്ടെ, ഇവരെപ്പോഴേക്ക് നിർത്തണ്ട. ആ നിർത്തിയാൽ പിന്നെ അതും ആത്മഹത്യയാവും. എന്നൊരു സങ്കടമൊക്കെ ആലോചിക്കുന്നത്. ഒരു പുസ്തകത്തിന് ഒരു ശിഷ്യന് ഒരു ഗുരുവിന് പല അപ്പം കുട്ടി മേടിപ്പിക്കല്ലേ, എന്നോട് കൊത്തി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവിടൊക്കെ ഓരോ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും ഇറങ്ങി തന്ന നമ്മളിതൊക്കെ അഹങ്കരിക്കുകയാണ്. വിജയശതമാനം ഉയർന്നുള്ള സംഗതി ശരിയാ. വിജയശതമാനം പേപ്പറിൽ നല്ലോണം ഉയർന്നിട്ടുണ്ട്. ജീവിത നിലവാരമാണെങ്കിലോ പക്ഷേ താഴ്ന്നിട്ടുണ്ട്. ആയതുകൊണ്ടാണ് മഅ്ദിൻ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം. മാഷാ അല്ലാഹ്. 1997 ജൂൺ 6 കേവലം 7 സെന്റ് ഭൂമിയിൽ തുടങ്ങിയ സ്ഥാപനം. നിങ്ങളും പക്കത്തിൽ വന്നതാണല്ലേ കഴിച്ചുകൊണ്ട് പോയത്? 5 വർഷം അന്ന് ചെറിയ പള്ളിയുണ്ടാവുള്ളൂ. വാഹാജ് പറഞ്ഞ് 19 കൊല്ലം മുമ്പ് ആ വന്നവർക്ക് തിരിയുള്ളൂ. മഅ്ദിനൊപ്പം വന്ന് നിൽക്കുമ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് അധ്യക്ഷരായ MA ചെയ്ത ഒരു വലിയ പ്രസ്ഥാനം എന്നൊക്കെ പറയും. പക്ഷെ ആ പഴയകാല ജീവിതം അറിയുന്നവർക്ക് ആഹാജിനൊപ്പം നേരത്തെ കണ്ട ആഹാജ് പറയും, ഞാൻ ആ തുടങ്ങിയ കൊല്ലം അവിടെ വന്നതാണ്, കേവലം 7 സെന്റ് ഭൂമിയിൽ തുടങ്ങിയതാണ്. 118 വിദ്യാർത്ഥികൾ. അള്ളാഹു തൗഫീഖോടുകൂടെ 19 കൊല്ലം പിന്നിടുമ്പോ 20 വർഷം കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ 7 സെന്റ് ഭൂമി 70 സെന്റ് 10 ഇരട്ടിയല്ല, 7 ഏക്കർ 100 ഇരട്ടിയല്ല, 70 ഏക്കർ 1000 ഇരട്ടിയല്ല, 140 ഏക്കർ 2000 ഇരട്ടിയുമല്ല, 150 ഏക്കറിലധികം ഭൂമിയായി വളർന്നത്. അതോ ഏതെങ്കിലും കുന്നിലും മലയിലും അല്ല, മലപ്പുറം കോഴിക്കോട് നാഷണൽ ഹൈവേയുടെ സൈഡിൽ സെന്റിന് 30 ലക്ഷം രൂപ ഒക്കെ വില കിട്ടുന്ന സ്ഥലത്ത് മാത്രമല്ല 34 സ്ഥാപനങ്ങൾ, അന്ധവിദ്യാലയങ്ങൾ, ബദിരവിദ്യാലയങ്ങൾ, മൂകവിദ്യാലയങ്ങൾ, ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രം തുടങ്ങി മറ്റാരും തുടങ്ങിയിട്ടില്ലാത്ത വളരെ അനിവാര്യമായ സ്ഥാപനങ്ങൾ സുന്നികളുടെ കീഴിൽ കേരളത്തിൽ ആദ്യമായി ഒരന്ത ബദിര മൂക വിദ്യാലയങ്ങളോ അതൊക്കെ പറയാൻ. നിങ്ങൾ ഇതിനെ പത്രം വായിച്ചില്ലേ? ആലപ്പുഴ സിറാജുദ്ദീൻ എന്ന് പറയുന്ന 2 കണ്ണിലും കാഴ്ചയില്ലാത്ത കുട്ടി എല്ലാ സബ്ജക്റ്റും മേപ്പസോടുകൂടെ വിജയിച്ച രംഗം നിങ്ങൾ വായിച്ചില്ലേ? കഴിഞ്ഞ റംസാനില് ദുബായില് നടന്ന ഹോളി ഖുർആൻ മത്സരത്തിൽ 2 കണ്ണിലും കാഴ്ചയില്ലാത്ത വഴി വിദ്യാർത്ഥി ബാഹ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 134 കോടി ജനങ്ങള് 2 കണ്ണിലും കാഴ്ചയില്ലാത്ത ഒരു കുട്ടി ഹോളി ഖുർആൻ മത്സരത്തിൽ അപേക്ഷ കൊടുക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാൽ കൊടുത്തത് ഇങ്ങനൊരു സംഭവമായതുകൊണ്ടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ വളർത്തി കൊണ്ടുവരാൻ അന്ധവിദ്യാലയം, ബദിരവിദ്യാലയം, മൂകവിദ്യാലയം, ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രം, യതീം ഖാന, ശരീഅത്ത് കോളേജ്, ദഅവാ കോളേജ്, തങ്ങന്മാർ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ 34 സ്ഥാപനങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലർക്ക് തോന്നുന്നത് ഇങ്ങനെ പറയാലോ. അപ്പൊ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, എന്തും പറയാലോ. വല്ല മുറക്കുണ്ടെങ്കിൽ 48,000 മണിക്ക് അതും പറഞ്ഞൂടെ. പക്ഷെ ആ ധാരണൊക്കെ പലരും മനസ്സിലാക്കിയത് പിന്നെ നമ്മളെ കുറെ ആൾക്കാർക്ക് ചോദിക്കാൻ പഠിച്ചത് അത് തങ്ങളോട് സുഖമായിട്ട് ആളെ കുട്ടികളെ പറ്റി കൊണ്ടാണ്. ഇവിടെ എങ്ങനെ സ്വരാത്തിൽ വന്ന ആളുകൾ 24 കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ ആ ധാരണ മാറിയത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഗ്രാൻഡ് അസംബ്ലി നടത്തിയ സമയത്താണ്. ഗ്രാൻഡ് അസംബ്ലി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ കണ്ടോണ്ട് ഈ കൂട്ടത്തിൽ ഒന്ന് കയ്യൊന്നിച്ചാൽ അപ്പോഴാണ് ആളുകൾക്കൊക്കെ എന്തായാലും ഇവിടെ എന്ത് കിട്ടി 21,000 കുട്ടികളാണെന്ന് പറയാൻ തുടങ്ങി. എന്നാൽ 21,000 കുട്ടികൾ തന്നില്ല. അതിലാകെ 11,500 കുട്ടികളെ കയ്യിലുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളും ആ ഫോട്ടോ നല്ല നോക്കണ്ടേ. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളും അവിടുത്തെ ധർമ്മസ്ഥാപനത്തിലെ
കുട്ടികൾ പോളിടെക്നിക്കിലെ കുട്ടികളില്ല, ITIയിലെ കുട്ടികളില്ല, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികളില്ല, സെക്കൻഡറി ഒന്നും അതിലില്ല. അതിലുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളും ധർമ്മസ്ഥാപനത്തിലെ കുട്ടികളും. ഇങ്ങനെ സ്ഥാപനം വളർന്നതിന്റെ പിന്നിലെ രഹസ്യമുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് എവിടെ വളർന്നെന്ന് പറയാൻ എനിക്ക് ടൈമില്ലാതെ മനസ്സിലാവുക. പെട്ടെന്ന് നിങ്ങൾക്ക് ആ സ്ഥാപനം ഒന്ന് കാണാൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇന്ന് ആ സ്ഥാപനത്തിൽ കേരളത്തിലെ അൽഹംദുലില്ലാഹ് മലപ്പുറത്ത് കലക്ടറേറ്റിൽ നിന്ന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന്, SP ഓഫീസിൽ നിന്ന്, അതുപോലെ തന്നെ വാർത്താ മീഡിയയിൽ നിന്ന് നമുക്ക് എല്ലാ നിലക്കും സപ്പോർട്ട്. കാരണം ഇവരുടെ ഒക്കെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ്? പബ്ലിക് സ്കൂളിലാണ്. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ മാത്രമല്ല, ഞാൻ ഒന്നരയുടെ അറിഞ്ഞത് സാധാരണ ഇവിടെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണോ? സീറ്റ് കിട്ടുക എന്നല്ല. അപ്പൊ ഇന്നലെ ചെറിയ ചുങ്കത്ത് ഷിഹാബ് അബുദാബിയിലെ വലിയ ബിസിനസ് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുട്ടികളെ കൊണ്ടുവന്നു, സീറ്റ് കിട്ടിയില്ല. പക്ഷെ ഞാൻ മഴയിൽ പഠിച്ച കുട്ടികളാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സീറ്റ് കിട്ടി. അപ്പൊ ഞാൻ ഇന്നലെയാണ് അറിയുന്നത് കർണാടകയിലെ മന്ത്രി UT അബ്ദുൽ ഖാദർ സാഹിബ്, കർണാടകയിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയിൽ ഉടനെ സത്യപ്രതിജ്ഞ മന്ത്രിമാരിൽപ്പെട്ട ആളെ UT അബ്ദുൽ ഖാദർ സാഹിബ്, അദ്ദേഹത്തിന്റെ കുട്ടി പഠിക്കുന്നത്